രൂക്ഷമായ വേനലിൽ പോലും പൈനാപ്പിളിന് വിലയിടിവ്. പൈനാപ്പിൾ വിപണിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഉൽപാദന ചെലവ് 50% വർദ്ധിച്ച സാഹചര്യത്തിൽ വിലയിടിവ് കർഷകരുടെ നടുവൊടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പൈനാപ്പിൾ വിലയിൽ പകുതിയോളം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന് 2024 കിലോയ്ക്ക് 50 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 34 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ 53 രൂപയുണ്ടായിരുന്ന പഴുത്ത പൈനാപ്പിളിന് ഇപ്പോൾ 33 രൂപ മാത്രമാണ് വിപണി വില. പച്ച പൈനാപ്പിളിന് കിലോയ്ക്ക് 32 രൂപയായി വില താഴ്ന്നു. കനത്ത ചൂട് മൂലം പൈനാപ്പിൾ പാകമാകാൻ സാധാരണയേക്കാൾ 20 ദിവസം അധികമെടുത്തു. റംസാൻ വിപണി ലക്ഷ്യമാക്കി നടക്കേണ്ടിയിരുന്ന വിളവെടുപ്പ് ഇതോടെ വൈകുകയും ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലെയും ഒരേ സമയം വിളവെടുപ്പ് നടക്കുകയും ചെയ്തത് വിപണിയിൽ ലഭ്യത കൂട്ടി. റംസാനും ഹോളിയും ഒരേ സമയം വന്നത് ഉത്തരേന്ത്യയിലേക്കുള്ള ലോറി സർവീസുകളെ ബാധിച്ചു. ഡ്രൈവർമാർ അവധിയിൽ പ്രവേശിച്ചതോടെ ലോറി ക്ഷാമം മൂലം പൈനാപ്പിൾ വിളവെടുത്ത ലോഡുകൾ കയറ്റി അയക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ വിളവെടുക്കാൻ കഴിയാതിരുന്ന പൈനാപ്പിൾ പഴുത്ത വിപണിയിലേക്ക് വലിയ തോതിൽ എത്തുകയും ചെയ്തതോടെ വിലയിടിവിന് ആക്കം കൂടി. നിലവിൽ വിപണിയിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഡിമാൻഡ് ഇല്ലാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. 4 വർഷം മുൻപത്തെ അപേക്ഷിച്ച് കൃഷിച്ചെലവിന് 50% വർധനവ് ഉണ്ടായിട്ടുണ്ട്. വളം, കൂലി, അനുബന്ധ ചെലവുകൾ എന്നിവ വർദ്ധിച്ചിട്ടും ഉൽപാദനത്തിന് ലഭിക്കുന്ന വില കുറയുന്നത് കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. സ്കൂൾ അവധി ആരംഭിക്കുന്നതോടെ ജ്യൂസ് കടകളിലും മറ്റും പൈനാപ്പിൾ ഉപയോഗം കൂടുമെന്നും ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ വരുന്നതോടെ വിപണിയിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.